ഹായ് എവരി വൺ. ഇന്നത്തെ ഇൻ്റർവ്യൂ ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ഈസ് IPSLA? SLAൻ്റെ ഫുൾ ഫോം എന്ന് പറയുന്നത് സർവീസ് ലെവൽ എഗ്രിമെൻ്റ് എന്നാണ്. സർവീസ് ലെവൽ എഗ്രിമെൻ്റ് നോർമലി നമ്മൾ നെറ്റ്വർക്ക് ബിഗിനേഴ്സൊക്കെ കേൾക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ഒരു കണക്ഷനൊക്കെ തരുന്ന സമയത്ത് സർവീസ് പ്രൊവൈഡർ നമുക്കൊരു കണക്ഷൻ തരുന്ന സമയത്തുള്ള എഗ്രിമെൻ്റാണ്. അതായത് നമുക്ക് സപ്പോസ് നമ്മൾ ഈ ഒരു ബ്രാഞ്ച് 1 നിന്ന് ബ്രാഞ്ച് 2ലേക്ക് ഒരു കണക്ഷൻ, ഒരു ലീസ് ലൈൻ കണക്ഷൻ എടുത്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ആ ലീസ് ലൈനിൻ്റെ സർവീസ് ലെവൽ എഗ്രിമെൻ്റ് ഉണ്ടാവും. അതായത് ഇതിൻ്റെ സ്പീഡ് 2 Mbps ആണ്. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ ഡൗൺ ടൈം എന്ന് പറയുന്നത് 99% ആണ്. അങ്ങനെയുള്ളൊരു ഒരു പർട്ടിക്കുലർ എഗ്രിമെൻറ്റ് സൈൻ ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ കണക്ഷൻ നമ്മൾ എടുക്കുന്നത്. ഓക്കെ, അപ്പം പക്ഷേ നേരെ മറിച്ച് ഈ IPSLA എന്ന് പറയുന്നത്, സിസ്കോയിലുള്ള ഈ IPSLA സർവീസ് ലെവൽ എഗ്രിമെൻ്റ് എന്ന് പറയുന്നത്, ഇത് ശരിക്കും ഒരു ടൂളാണ്. സിസ്കോൻ്റെ ഒരു പ്രൊപ്രൈറ്ററി ആയിട്ടുള്ള ഒരു മോണിറ്ററിങ് ടൂൾ എന്ന് പറയാൻ പറ്റില്ല. അത് ശരിക്കും നെറ്റ്വർക്കിൻ്റെ പെർഫോമൻസ് മോണിറ്റർ ചെയ്യാനും അതിൻ്റെ റിലയബിലിറ്റി മോണിറ്റർ ചെയ്യാനും അതിനെ റിപ്പോർട്ട് ചെയ്യാനും വേണ്ടിയിട്ടുള്ളൊരു ടൂളാണ്. അപ്പോൾ സപ്പോസ് നമുക്ക് ഈ ഒരു ലൈനിൻ്റെ സ്പീഡ് നമുക്ക് മോണിറ്റർ ചെയ്യണം, അല്ലെങ്കിൽ ഡിലേ നമുക്ക് മോണിറ്റർ ചെയ്യണം. ഇപ്പോൾ സപ്പോസ് നമ്മൾ വിചാരിക്കുക, ഇവിടെ ഓക്കെ, ഈ 2 ബ്രാഞ്ചസ് തമ്മിലുള്ള ലാറ്റൻസി എത്രയാണ്, ഡിലേ എത്രയാണ്, ജിറ്റർ എത്രയാണ്, അല്ലെങ്കിൽ റെസ്പോൺസ് ടൈം എത്രയാണ്, അവിടെ പാക്കറ്റ് ലോസ് വരുന്നുണ്ടോ, എത്ര പെർസെൻറ്റേജാണ് പാക്കറ്റ് ലോസ് വരുന്നത്, അല്ലെങ്കിൽ ഇതിൻ്റെ വോയിസ് ക്വാളിറ്റി, ഈ ലിങ്കിൻ്റെ വോയിസ് ക്വാളിറ്റി എത്രയാണ്, ഇപ്പോൾ കണക്ടിവിറ്റി എസ്റ്റാബ്ലിഷ്ഡ് ആണോ അല്ലേ, അല്ലെങ്കിൽ ഒരു വെബ്സൈറ്റിൻ്റെ ഒരു HTTP റിക്വസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എത്രമാത്രം റെസ്പോൺസ് ടൈം എടുക്കുന്നുണ്ട് ഈ എൻഡിലേക്ക്. അങ്ങനെയുള്ള പല കാര്യങ്ങളും നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും, ട്രാക്കിംഗ് ചെയ്യേണ്ടി വരും. ഓക്കെ, അപ്പം അതിന് വേണ്ടിയിട്ടുള്ള ഒരു ടൂളാണ് IPSLA എന്ന് പറയുന്നത്. അപ്പോൾ സപ്പോസ് നമുക്ക് ഈ ബ്രാഞ്ചിൽ നമ്മൾ IPSLA നമ്മൾ കോൺഫിഗർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വേണ്ട ഡെസ്റ്റിനേഷനിലേക്ക്, അല്ലെങ്കിൽ രണ്ടിലും നമുക്ക് IPSLA റെസ്പോണ്ടറായിട്ട് നമുക്ക് വേണമെങ്കിൽ ഈ റൂട്ടറിനെ കോൺഫിഗർ ചെയ്യാം. റെസ്പോണ്ടർ അല്ലാതെ വർക്ക് ചെയ്യുന്ന പ്രോട്ടോകോൾസും ഉണ്ട്, റെസ്പോണ്ടർ ഇല്ലാതെ വർക്ക് ചെയ്യുന്ന പ്രോട്ടോകോൾസും ഉണ്ട്. ഓക്കെ, അപ്പം ഇങ്ങനെ ഇത് കോൺഫിഗർ ചെയ്ത് കഴിഞ്ഞാൽ ഈ IPSLA ബാക്ക്ഗ്രൗണ്ടിൽ എന്ത് ചെയ്യും, ഡമ്മി പാക്കേജിനെ ക്രിയേറ്റ് ചെയ്തിട്ട് അവർ നമ്മളുടെ ടാർഗറ്റിലേക്ക് അയക്കും. എന്നിട്ട് അതിൻ്റെ റിപ്ലൈ കിട്ടും. അത് റിപ്ലൈ കിട്ടുന്നുണ്ടെങ്കിൽ എത്രയാണ് ലാറ്റൻസി വരുന്നത്, അല്ലെങ്കിൽ വേരിയേഷൻ ഓഫ് ലാറ്റൻസി, അതായത് ജിറ്റർ ഉണ്ടോ, അല്ലെങ്കിൽ ഇതിൻ്റെ എത്ര റെസ്പോൺസ് ടൈം എത്രയാണ് എടുക്കുന്നത്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇവർ എന്ത് ചെയ്യും, ഒരു പർട്ടിക്കുലർ ടൈം ഇൻ്റർവെല്ലിൽ ഈ പാക്കറ്റ്സ് സെൻഡ് ചെയ്തിട്ട് അതിൻ്റെ റിപ്ലൈ വെച്ചിട്ട് ഇവർ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടാവും. ഓക്കെ, നമുക്കിപ്പോൾ ഒരു കണക്ടിവിറ്റി ഉണ്ടോയെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്താൽ മതി, ഈ റൂട്ടറിൽ നിന്ന് നമുക്ക് കണ്ടിന്യൂസ് പിങ് ഇട്ട് നോക്കിയാൽ മതി ആ റൂട്ടറിലേക്ക്. പക്ഷേ അങ്ങനെ കണ്ടിന്യൂസ് പിങ് ഇടണം എന്നുണ്ടെങ്കിൽ നമുക്കൊരു അഡ്മിനിസ്ട്രേറ്റർ അവിടെ പോയിട്ട് അവരുടെ കൺസോളിൽ എടുത്തിട്ട് നമുക്കത് ചെയ്യണം. പക്ഷേ ഈ SLA കോൺഫിഗർ ചെയ്ത് കഴിഞ്ഞാൽ ഈ SLAക്ക് എന്ത് ചെയ്യാൻ പറ്റും, വേരിയസ് ടൈപ്പ് ഓഫ് ട്രാഫിക്കിനെ ജനറേറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പം നമുക്ക് ICMP എക്കോ പാക്കറ്റ്സിനെ ജനറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ റെസ്പോൺസ് ടൈമും കാര്യങ്ങളൊക്കെ ഉണ്ടോ എത്രയാണെന്ന് മനസ്സിലാവും. അതേമാതിരി പാക്കറ്റ് ലോസ് ഉണ്ടോ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, കണക്ടിവിറ്റി ഉണ്ടോ നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, പിന്നെ അതേപോലെ തന്നെ ICMP പാക്കറ്റ് ഉണ്ടാക്കുന്ന പോലെ തന്നെ വോയിസ് പാക്കറ്റിനെ വേണമെങ്കിൽ ഇവർക്ക് ആർട്ടിഫിഷ്യലി ജനറേറ്റ് ചെയ്യാൻ പറ്റും, UDP പാക്കറ്റിനെ ജനറേറ്റ് ചെയ്യാൻ പറ്റും, അതേപോലെ തന്നെ HTTP പാക്കറ്റിനെ ജനറേറ്റ് ചെയ്യാൻ പറ്റും. പല തരത്തിലുള്ള ട്രാഫിക്കിനെ ആർട്ടിഫിഷ്യലി ഇവർ ബാക്ക്ഗ്രൗണ്ടിൽ ജനറേറ്റ് ചെയ്തിട്ട് അതിൻ്റെ റെസ്പോൺസ് ടൈമും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് അതിൻ്റെ ഒരു റിപ്പോർട്ട് ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ട് നമുക്ക് തരും. അപ്പോൾ നമുക്ക് ഈ ഒരു പ്രോഗ്രാം എന്ത് ചെയ്യും, ഇതൊരു പർട്ടിക്കുലർ ടൈം ഇൻ്റർവെല്ലിൽ ഇങ്ങനെ റിപ്പീറ്റായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ടാവും. ഓക്കെ, അല്ലെങ്കിൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ പറയാം, ഇന്ന ദിവസം ഇന്ന സമയം മുതൽ ഇന്ന സമയം വരെയാണ് എന്ത് ചെയ്യേണ്ടത്, ഈ ട്രാഫിക് ജനറേറ്റ് ചെയ്ത് നിങ്ങൾ ടെസ്റ്റ് ചെയ്യേണ്ടത് എന്നുള്ളതൊക്കെ നമുക്ക് വേണമെങ്കിൽ റൂട്ടറിനോട് പറഞ്ഞു കൊടുക്കാൻ പറ്റും. അപ്പോൾ ഇതാണ് IPSLA എന്ന് പറയുന്നത്. അതായത് നെറ്റ്വർക്കിൻ്റെ പെർഫോമൻസ് അനലൈസ് ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ മോണിറ്റർ ചെയ്ത് റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി സിസ്കോ പ്രൊപ്രൈറ്ററി ആയിട്ട് ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ടൂളാണ് IPSLA. ഓക്കെ, അപ്പോൾ അതിൻ്റെ ബേസിക്സ് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഈ IPSLAയും നമ്മൾ പറയുന്ന പോലെ തന്നെ CCNA
ക്ലാസ്സുകൾ നമ്മൾക്ക് എടുക്കുന്ന സമയത്ത് ഒരു 1 ഹവറോളം നമുക്ക് എടുക്കാനുള്ള ടോപ്പിക്കാണ്. അതിൻ്റെ കോൺഫിഗറേഷൻ പഠിക്കാനുണ്ട്, എങ്ങനെ അത് ഷെഡ്യൂൾ ചെയ്യാമെന്ന് പഠിക്കാനുണ്ട്, എന്തൊക്കെ തരത്തിലുള്ള ട്രാഫിക്കുകൾ ജനറേറ്റ് ചെയ്യാമെന്ന് പഠിക്കാനുണ്ട്. ഓക്കെ, അപ്പോൾ പല ആവശ്യത്തിന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യും, IP SLA നമുക്ക് ട്രാക്കിങ്ങിനൊക്കെ വേണ്ടിയിട്ട് നമുക്ക് വേണമെങ്കിൽ SLA യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് SLA എന്താണ് എന്നുള്ള ഒരു ഇൻ്റർവ്യൂ ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് പറയാം? IP SLA ഈസ് എ സിസ്കോ ടൂൾ ഫോർ ട്രാക്കിംഗ് നെറ്റ്വർക്ക് ക്വാളിറ്റി അല്ലെങ്കിൽ നെറ്റ്വർക്ക് പെർഫോമൻസ് എന്നൊക്കെ പറയാം. പിന്നെ അതേപോലെ തന്നെ IP SLA ക്യാൻ ടെസ്റ്റ് ആൻഡ് മോണിറ്റർ നെറ്റ്വർക്ക് പെർഫോമൻസ്. ഓക്കെ, എന്നിട്ട് നമുക്ക് റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ ജനറേറ്റ് ചെയ്ത് തരും. പിന്നെ അതേപോലെ തന്നെ IP SLA മെഷേഴ്സ് നെറ്റ്വർക്ക് ഡിലേയ്സ് ആൻഡ് അവൈലബിലിറ്റി. IP SLA helps detect network issues proactively. പിന്നെ IP SLA simulates traffic to monitor network health. പിന്നെ IP SLA checks latency, jitter and packet loss in a network. പിന്നെ IP SLA ensures network performance meets SLA. അതായത് നെറ്റ്വർക്ക് പെർഫോമൻസ് നമ്മുടെ സർവീസ് പ്രൊവൈഡർ തന്ന SLA ആയിട്ട് മീറ്റ് ചെയ്യുന്നുണ്ടോ എന്നുള്ളതിൻ്റെ ഒരു റിപ്പോർട്ടൊക്കെ ഇവർ ജനറേറ്റ് ചെയ്ത് തരുന്നതാണ്. അപ്പോൾ ഇത് വളരെ സിമ്പിളായിട്ടുള്ളൊരു ടൂളാണ്, പക്ഷേ വളരെ എഫക്റ്റീവായിട്ടുള്ളൊരു ടൂളാണ്. നമുക്ക് എൻഡ് ഡിവൈസുകളിൽ കോൺഫിഗർ ചെയ്ത് കഴിഞ്ഞാൽ, ഇപ്പം നമുക്ക് എൻഡ് ഡിവൈസ് ഇല്ല, ഇപ്പോൾ സപ്പോസ് ഒരു ഇൻ്റർനെറ്റ് കണക്ഷൻ ആണെന്ന് വിചാരിച്ചോ. ഇൻ്റർനെറ്റ് കണക്ഷൻ ആണെന്ന് വെച്ചാൽ ISP-യിലെ റൂട്ടറിൽ ഒരിക്കലും നമുക്ക് റെസ്പോണ്ടർ കോൺഫിഗറേഷൻ ചെയ്യാൻ പറ്റില്ല. പക്ഷേ റെസ്പോണ്ടർ കോൺഫിഗറേഷൻ ചെയ്യുക, അതായത് എൻഡ് ഡിവൈസിൽ നമുക്ക് ഈ ഡിവൈസിൽ മാത്രം SLA കോൺഫിഗർ ചെയ്യാനുള്ള ഓപ്ഷനും ഉണ്ട്. അതായത് റെസ്പോണ്ടറായിട്ട് ഡിവൈസ് വേണമെന്നുള്ള മാൻഡേറ്ററി അല്ല. ഓക്കെ, കാരണം ICMP-ക്കൊക്കെ ഡിഫോൾട്ടായിട്ട് എന്ത് ചെയ്യുന്നുണ്ടാവും, ISP-ൻ്റെ റൂട്ടർ തന്നെ നമുക്ക് റിപ്ലൈ തരുന്നുണ്ടാവും. അതിന് അവിടെ റെസ്പോണ്ടറായിട്ട് കോൺഫിഗറേഷൻ ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. ഓക്കെ, അപ്പോൾ ഇതാണ് SLA-ൻ്റെ ഒരു ബേസിക് കൺസെപ്റ്റ് എന്ന് പറയുന്നത്. SLA-ക്ക് ഇതേപോലെയാണ് നമുക്കൊരു ഇൻ്റർവ്യൂ ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ സിമ്പിളായിട്ടുള്ള രീതിയിലുള്ള എന്തെങ്കിലും ഒരു ആൻസറിങ് നമുക്ക് ചെയ്തു കൊടുക്കുക. IP SLA ഈസ് എ മെത്തേഡ് ഫോർ മോണിറ്ററിങ് ആൻഡ് റിപ്പോർട്ടിംഗ് നെറ്റ്വർക്ക് പെർഫോമൻസിനോ അങ്ങനെ എന്തെങ്കിലും സിമ്പിളായിട്ടുള്ളൊരു രീതിയിലുള്ള ഒരു ആൻസറിങ് നിങ്ങൾക്ക് ചെയ്തു കൊടുക്കാൻ പറ്റും. ഓക്കെ, അപ്പം ഇന്നത്തെ ടോപ്പിക്കിൽ നമ്മൾ ഇത്രയും കാര്യങ്ങളാണ് കവർ ചെയ്യുന്നത്. അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ക്ലാസ് നിങ്ങൾക്ക് ഓൺലൈൻ ക്ലാസ്സുകൾ വേണമെന്നുണ്ടെങ്കിലോ ഒക്കെ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യുക. നമ്മളെ ഇൻഫോ ക്യാമ്പസിൻ്റെ ഒരു ബിഗ് ടീം തന്നെ, അതായത് ടെക്നിക്കലി വെൽ എക്യുപ്ഡ് ആയിട്ടുള്ള ഒരുപാട് എക്സ്പേർട്ട് ലെവലിലുള്ള ഇൻസ്ട്രക്ടേഴ്സ്, വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള 15 ഇയേഴ്സ് 20 ഇയേഴ്സൊക്കെ ട്രെയിനിങ്ങിലും അതേപോലെ തന്നെ ലൈവിൽ വർക്ക് ചെയ്തിട്ട് എക്സ്പീരിയൻസ് ഉള്ള ഫാക്കൽറ്റീസാണ് ഇൻഫോ ക്യാമ്പസിൻ്റെ സ്ട്രെങ്ത്ത് എന്ന് പറയുന്നത്. അപ്പം നിങ്ങൾക്ക് ഏത് ലെവലിലുള്ള ക്ലാസ്സുകൾ വേണമെന്നുണ്ടെങ്കിലും നിങ്ങൾ ഇൻഫോ ക്യാമ്പസിനെ കോൺടാക്റ്റ് ചെയ്യുക. ലേറ്റസ്റ്റ് ആയിട്ടുള്ള ക്ലാസ്സുകൾ CCIE ലെവൽ, ഇപ്പോൾ CCIE സെക്യൂരിറ്റി, CCIE CCIE എൻ്റർപ്രൈസ് ഇൻഫ്രാസ്ട്രക്ചർ, അതേപോലെ തന്നെ CCIE കൊളാബറേഷൻ, CCIE സർവീസ് പ്രൊവൈഡർ, CCIE ഡാറ്റാ സെൻറ്റർ. ഓക്കെ, ഇതിൻ്റെ എല്ലാത്തിൻ്റെയും നമുക്ക് ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ ലേറ്റസ്റ്റ് ടെക്നോളജികളായിട്ടുള്ള SD-WAN, SD-Access, ഫയർവാൾ ടെക്നോളജികൾ, അതായത് ഫോർട്ടിനെറ്റ് ഫയർവാൾ, പാലോ ആൾട്ടോ ഫയർവാൾ, അതേപോലെ തന്നെ ലോഡ് ബാലൻസർ, അങ്ങനെയുള്ള മൾട്ടിപ്പിൾ ടെക്നോളജി, ലേറ്റസ്റ്റ് ആയിട്ടുള്ള ടെക്നോളജികൾ, ഓട്ടോമേഷൻ, എല്ലാ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ക്ലാസ്സുകളും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത് ഇൻഡസ്ട്രി എക്സ്പേർട്സ് ആയിട്ടുള്ള ആൾക്കാർ തന്നെയാണ് ക്ലാസ് എടുക്കുന്നത്. അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഇൻഫോ ക്യാമ്പസുമായിട്ട് കോൺടാക്റ്റ് ചെയ്യുക. പിന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ടെക്നോളജി നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ലൈക്ക് ചെയ്യുക, ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു. അടുത്ത വീഡിയോയിൽ വേറൊരു ടോപ്പിക്കായിട്ട് വീണ്ടും കാണാം. ബൈ.